ഹായ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗേൾസ് കുറേ നാൾക്ക് ശേഷം മീറ്റ് ചെയ്തതിന് വേണ്ടി ചാലൂരുള്ള അർബൻ ഫോറസ്റ്റിലെത്തി. ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ക്യാരക്ടർ രേഷ്മ. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ലോഡഡ് ഫ്രൈസും 2 മൊയ്ത്തോയാണ് പറയുന്നത്. നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല നമ്മുടെ മെയിൻ ലക്ഷ്യം. നമുക്കിങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം, കുറേ ഗോസിപ്പൊക്കെ പറയണം, കുറേ ചിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ കൂടുന്നത് തന്നെ. ഓക്കെ, നമുക്ക് നമ്മുടെ മെയിൻ ക്യാരക്ടർ രേഷ്മയെ പറ്റി പറയാം. രേഷ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും എല്ലാത്തിനും ആവശ്യമില്ലാതെ പിണങ്ങുന്ന ഒരാളാണ്. മുന്നേ പിണങ്ങാനുള്ള എൻ്റെ റീസൺ നമുക്കിപ്പോൾ ചോദിക്കാം. എന്തിനായിരുന്നു നീ അൺഫോളോ ചെയ്തത്? അതായത് ദ ലാസ്റ്റ് പിക്നിക് യു ഗൈസ് ഗോയിങ് എവിടെ? അതൊരു പിക്നിക് ആയിരുന്നില്ല. എൻ്റെ അടുത്ത് ആശിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല നീയാണ് ഇപ്പം എല്ലാവരും പോയത്. നോ, നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ ആശിക്കും കൂടെ നിങ്ങൾ ടീംസ് നിങ്ങൾ നമ്മുടെ അടുത്ത് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കണം, എന്തിനാണെന്ന് ചോദിക്കണം. എനിക്കൊരു മെസ്സേജ് അയച്ചു, എന്തോ ഡീന്ന് അയച്ചു ഇവള് ഇൻസ്റ്റയിൽ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അൺഫോളോ. ഞങ്ങൾക്ക് വേണ്ട, ഇവളായിട്ട് ചെയ്തിട്ട് ഇവളായിട്ട് ഞാൻ എന്താ പറയാൻ വേണ്ടി വന്നതാണ്. എന്നിട്ടും നിങ്ങൾ കേൾക്കണം, ഞാൻ ഇവക്ക് റീലേക്ക് തഞ്ചാവൂര് പോണ റീലേക്ക്, പാലക്കാട് പോകാൻ ഞാൻ ഇവളെ വിളിക്കാറുണ്ട്, കോഴിക്കോട് പോകാൻ ഞാൻ ഇവളെ വിളിക്കാറുണ്ട്. ഇവള് വരില്ല. ഞാൻ എന്ത് ചെയ്യണം പറ. ബിക്കോസ് എൻ്റെ ജോലി അതാണ്. ജോലി സൺഡേ മാത്രമേ ഒഴിവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അവളുടെ പിണക്കത്തിന് റീസൺ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആശിക്ക് വിഷ്ണു എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു, കുറേ സംസാരിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഇന്ന് കാണുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാവരും ഇപ്പം ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ്. അവിടെ നമ്മൾ നേരെ ഇറങ്ങി ക്രിസ്റ്റീനയുടെ വീട്ടിലേക്കാണ് അവളെ ഡ്രോപ്പ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ എടുത്തിട്ട് അങ്ങ് പോയി. പേടിച്ചിട്ടൊന്നുമല്ല. ബൈ.